ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ നോമ്പിങ് എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പിന് മുമ്പുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പിന് മുന്നേ വീടൊക്കെ വൃത്തിയാക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സും വൃത്തിയാക്കുക. ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നോമ്പിന് മുമ്പായിട്ട് സംസാരിക്കുക. നോമ്പിൽ മറ്റു പണികൾക്കൊക്കെ സമയം കണ്ടെത്തുന്നതിന് പകരം കൂടുതലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വേണം ചിലവഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടയ്ക്കൊരു ബറാത്ത് നോമ്പുണ്ടായിരുന്നില്ലേ, അപ്പോൾ അന്നത്തെ റെസിപ്പീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനായാലും പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കായാലും അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 3 സവാള എടുത്തിട്ടുണ്ട്, അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ തക്കാളി 1 മതിയാവും കേട്ടോ, ഞാൻ 1 എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കണം. എരിവിന് വേണ്ടിയിട്ട് ഇതിൽ 4 പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലേക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പം 4-5 വിസിൽ കൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാത്രമായിട്ടൊന്ന് വിസിലിട്ടെടുത്തത്. അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അത് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്ക്. ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ഒരല്പം ചേർത്തിട്ടുണ്ടായിരുന്നു സവാളയിലേക്ക്, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കറിക്ക് ആവശ്യത്തിന് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും. ഇനി വിസിലിട്ടതിന് ശേഷം ഇതിൽ ഏകദേശം 1 വിസിൽ മതിയാവും, അപ്പോഴേക്ക് ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ ചേർക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പിന്നീട് ചിക്കൻ വെന്തതിന് ശേഷം ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡാർക്ക് നിറമാണ് ഈ ഒരു കറിക്ക് ഭംഗി കൂട്ടുന്നത്, അല്ലാതെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ സംഗതി. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ അന്ന് നോമ്പാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈവനിങ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ നിന്ന് തന്നെ ബോൺലെസ് പീസസ് ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറ്റ് കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. വീറ്റ് കൊണ്ടുള്ള ഒരു മോമോസാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഗോതമ്പ് മാവിലേക്ക് ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കൂലേ, അതുപോലെ മാവ് റെഡിയാക്കി വെക്കുക. അതിനിടയിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുക. സവാള, ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെയാണ് ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ സോട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ലേ ചിക്കൻ, അത് ഒന്ന് പിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, മോമോസിൻ്റെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗോതമ്പ് മാവ് പരത്തിയെടുക്കുക. അതിലേക്ക് 1-1.5 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ നമ്മൾ സാരിയുടെയൊക്കെ തുമ്പ് മടക്കൂലേ, അതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ മോമോസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയാലോ എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു കിഴിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവിയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മോമോസ് എല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവിയിൽ ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ഡെസേർട്ടാണ് കേട്ടോ കാണിക്കുന്നത്, ഒരു യോഗർട്ട് ഡെസേർട്ട്.
അപ്പോൾ നോമ്പിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എന്തൊക്കെ കഴിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒരല്പം ഹണി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഷുഗർ ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല, പകരം ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ഹണിയും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിയാ സീഡോ കസ്കസോ ഒക്കെ ഇടാം. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോഴേക്കും നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ കുടിക്കാനായിട്ട് ലെമണേഡും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഇത് പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് പുറത്തുനിന്നുള്ള ഫുഡായിരുന്നു കേട്ടോ ഡിന്നറിന്. അപ്പോൾ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഷവർമ മാത്രമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ബറാത്ത് നോമ്പിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇത് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തില്ലേ, ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ കിച്ചണിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ്ങിന് ഇറങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ക്ലീനിങ് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മളിങ്ങനെ സമയം പോകുന്നത് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കളൊക്കെ വിശന്നിട്ട് കഴിക്കാൻ സമയമാകുമ്പോൾ വരും, അന്നേരം ഒന്നും കൊടുക്കാനുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങേണ്ടി വരും. അതുമാത്രമല്ല, വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ടയേർഡാവും, നല്ലോണം വിശക്കും. അപ്പോൾ ആ സമയത്ത് കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കിണ്ണത്തപ്പവും കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ചും കൂടി തയ്യാറാക്കുകയാണ്. അപ്പോൾ ചോറ് ഫിഷ് കറിയൊക്കെ റെഡിയാവുകയാണ്. പിന്നെ ക്ലീനിങ് ഉള്ള ദിവസം മാക്സിമം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിച്ചൺ ഒതുങ്ങി കിട്ടും. ഇന്ന് ഉച്ചക്കത്തേക്ക് ചോറിന് മീൻകറിയും പിന്നെ ഒരു തോരനും പപ്പടവുമാണ് കേട്ടോ കഴിക്കാനായിട്ടുള്ളത്. ഇന്നത്തേതൊരു മിക്സഡ് തോരനാണ്. വാഴക്കൂമ്പും പിന്നെ ഒരു ഏത്തക്കയും പിന്നെ കുറച്ച് ചെറുപയറുമാണ് കേട്ടോ. അത് വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും അല്പം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുതിർത്ത ചെറുപയറാണ് ചേർത്ത് കൊടുത്തത്. അത് വേവാനായിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ അല്പം തോരൻ മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ തേങ്ങ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ തോരനും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാം. നോമ്പിന് മുമ്പുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു നോക്കാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഇതിൽ പിൻ ചെയ്തേക്കാം. ആദ്യം മാറാല മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുത്തു. ഇനി ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യുമ്പം ഇതുപോലെ ഒരു പഴയ പില്ലോ കവർ ഉപയോഗിക്കുകയാണെങ്കിൽ പൊടിയൊന്നും നമ്മുടെ താഴെ ബെഡിലോ ബെഡ്ഷീറ്റിലോ വീഴാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൂളിലോ ഏണിയിലോ ഒക്കെ പറ്റിപ്പിടിച്ച് കയറുമ്പോൾ വീഴാതെ നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഫാനൊക്കെ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ എനിക്കത് സ്റ്റൂളിൽ നിന്നിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാറാലടിക്കുന്ന ആ ഒരു കോല് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ ആദ്യം പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഫാനിൻ്റെ ലീഫൊക്കെ തുടച്ചെടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുകയാണ്. ആദ്യം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് പൊടിയൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കലാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തന്നെ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ വലിയ വീടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മുറികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ മുറി വീതം ഓരോ ദിവസം ചെയ്യുക. അപ്പോൾ നമ്മൾ അധികം ടയേർഡാവില്ല, വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ജനലുകളും വാതിലുകളും മറ്റ് ഫർണിച്ചറുകളുമൊക്കെ ഇതുപോലെ ആദ്യം ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ നനച്ച് തുടയ്ക്കുക. അപ്പോഴേക്കും നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നിട്ട് വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയതിന് ശേഷം തറ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മുടെ ബുക്സ് വെക്കുന്ന ഏരിയയും അല്ലാതെ നമ്മുടെ സ്റ്റോർ റൂം, കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ക്ലീനിങ്ങും കൂടെ ചെയ്യാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതാ ക്ലീനിങ് നടക്കുന്നതിനിടയിൽ തന്നെ മക്കൾക്കൊക്കെ നല്ല വിശപ്പ് വെച്ചു, ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വിളമ്പി അങ്ങ് കഴിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് കുക്കിങ്ങിന് വേണ്ടിയിട്ട് സമയം പാഴാക്കണ്ട. വിശക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വിളമ്പി കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൂടി ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ എല്ലാവരും ക്ലീൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കും ഒന്ന് ക്ലീൻ ചെയ്താലോ ഫ്രിഡ്ജൊക്കെ എന്ന് തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മോട്ടിവേഷനായിട്ട് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുകയാണ്, തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തുണിയൊന്ന് നനച്ചതിന് ശേഷം മൊത്തം ഒന്ന് തുടച്ചെടുക്കും. ഞാനും നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിന് അധികം സമയം ചിലവഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഒരുപാട് ദിവസം മടി പിടിച്ചിരുന്നതുകൊണ്ടായിരിക്കാം നല്ലോണം പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തോന്നുന്ന ആ ഒരു സമയത്ത് നല്ലതുപോലെ ഞാൻ ക്ലീൻ ചെയ്തിടുകയും ചെയ്യും. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടേത് ഒരു പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തുടച്ചാൽ അധികം നല്ല ഭംഗിയായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തുടയ്ക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പാല് അങ്ങനെയുള്ള പെട്ടെന്ന് ചീത്തയാവുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റിയതിന് ശേഷം വേണം തുടയ്ക്കാൻ തുടങ്ങാനായിട്ട്. നമ്മൾ ഓഫ് ചെയ്തിട്ടാലും ഫ്രീസറിൽ കുറച്ച് നേരം തണുപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. സോഡാപ്പൊടിയും പിന്നെ വിം ലിക്വിഡും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് ഈ ഒരു സോപ്പ് പത പോകുന്നത് വരെയും തുടച്ചെടുക്കും. എന്നിട്ട് വീണ്ടും ആ തുണി ഒന്നുകൂടി കഴുകിയതിന് ശേഷം വീണ്ടും തുടച്ച് വൃത്തിയാക്കലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഫ്രിഡ്ജ് മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാ സാധനങ്ങളും ഇതുപോലെ ബോക്സുകളിലോ അല്ലെങ്കിൽ സിബ്ലോക്ക് കവറുണ്ടെങ്കിൽ അതിലും നമുക്കിതുപോലെ സ്റ്റോർ ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നോമ്പിൽ എന്തായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ വാങ്ങി ഫ്രിഡ്ജ് നിറച്ച് വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് നടത്തുക. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുളിയാണുള്ളത്. അതിന് മുമ്പായിട്ട് കിവി ബേബിയെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് കരുതി. പൂച്ച വളർത്തുന്നവർക്കൊക്കെ അതിനെ കുളിപ്പിക്കാൻ നല്ല പേടിയുണ്ടാവും. എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്. അപ്പോൾ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഹിമാലയയുടെ ഈ ഒരു ഷാമ്പു വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമൊന്നും ഇരുന്നൊന്നും തരില്ല, 2-3 പ്രാവശ്യം ഇറങ്ങിയൊക്കെ ഓടും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ കഴുത്തിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അധികമൊന്നും ഓടാതെ ഇരുന്ന് തരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂച്ചയെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് മുക്കിയെടുക്കരുത്. അപ്പോൾ അതിന് ഇങ്ങനെ തണുപ്പ് പെട്ടെന്ന് കൊള്ളുമ്പം ഒരു പേടിയുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ വാലും കാലും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളവുമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയമാവുമല്ലോ. അതിന് ശേഷം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പല രീതിയിൽ കുളിപ്പിക്കുന്നവരുണ്ടാവും. ഞാനിങ്ങനെ ഹാൻഡ് ഷവർ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ കുളിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ മാന്ത് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കുന്നത്. അപ്പോൾ കുളിപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൂച്ചയുടെ മൂക്കിലും ചെവിക്കകത്തും വെള്ളം കയറാതെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആ ഷാമ്പൂവിൻ്റെ പത കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ നല്ലതുപോലെ നമ്മളൊന്ന് വെള്ളം നനച്ച് കുളിപ്പിച്ചെടുക്കണം. കാരണം പൂച്ച ദേഹം മൊത്തം നക്കുമ്പം ഈ ഒരു ഷാമ്പൂവിൻ്റെ അംശം വയറ്റിൽ പോവും. അതുകൊണ്ടാണ്. എന്നിട്ട് ഡ്രയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തുണി വെച്ചോ നമുക്കിതിനെ തുടച്ച് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കോംബ് ചെയ്തതിന് ശേഷം ആളിനെ ഞാനിവിടെ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവന് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പെറ്റ് അനിമൽസിനെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുളിക്കണം. അപ്പോൾ എൻ്റെ കുളിയും ഇതാ കഴിഞ്ഞു. ഇനിയിപ്പം വൈകുന്നേരം ചായ കുടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തായാലും നല്ലൊരു സംതൃപ്തിയാണ് കേട്ടോ മനസ്സിന്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഒരു ലൈക്കും ഒരു കമൻറ്റും തന്നിട്ട് നിങ്ങൾ എന്തായാലും പോയി വീടൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കണം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്ത് തുടങ്ങുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, പിറ്റേന്ന് നമ്മൾ കിടപ്പാവും, പിന്നെ വീണ്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.